പാരൻസിൻ്റെ അംബീഷനെ ഞാൻ എത്തിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ലക്ഷ്യത്തിലാണ് കുട്ടികൾ പലപ്പോഴും പോകുന്നത്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റേജിലെത്തിയാൽ അവിടെ നിന്നും തൊട്ട് മുകളിലേക്ക് നോക്കുന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അത്രയേ ഉള്ളൂ. അന്നും ഇന്നും സത്യത്തിൽ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമുക്ക് ടേണിംഗ് പോയിൻ്റാണ്. കാരണം എന്താ അറിയോ, ഈ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് വീണ്ടും ഇങ്ങനെ ചുറ്റും നോക്കണം. ആ ചുറ്റും നോക്കിയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് കയറ്റി വെക്കണം എന്ന് നോക്കണം. എനിക്ക് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഓടിക്കണം എന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. നമ്മൾ സൈക്കിളാണ് വിചാരിച്ച് ഇന്നവരുടെ മുറ്റത്ത് കൂടിയ കാറ് വരെയുണ്ട്. പിന്നെ അവർക്ക് ഇനിയിപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു ഹെലികോപ്റ്ററെങ്കിലും വേണ്ടേ. ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഹരി, നമ്മൾ ഈ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ സീരീസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് മുൻകൂട്ടി നിശ്ചയിച്ചൊരു ലക്ഷ്യമുണ്ടെന്ന് പറയാൻ പറ്റുമോ, അതോ ലക്ഷ്യം നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണോ? മനുഷ്യന് എന്തായാലും ഒരു പർപ്പസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമുക്ക് തീർച്ചയായിട്ടും എന്തിനു വേണ്ടി ആണ് ഇയാൾ ജനിച്ചിട്ടുള്ളത് എന്നുള്ളതിന് ഒരു പർപ്പസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആ പർപ്പസ് തീരുമാനിച്ച ഈശ്വരൻ എങ്ങനെയാണ് നമുക്ക് തന്ന അവസരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു വലിയൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് നമ്മൾ ഏത് സാഹചര്യത്തിൽ ജനിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ പർപ്പസൊക്കെ നമുക്ക് ഉരുത്തിരിഞ്ഞ് വരിക എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ പലപ്പോഴും പറയാൻ പറ്റില്ല. ഒരു 7ാം ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് പോലീസുകാരനാവണമെന്ന് പറയും, അല്ലെങ്കിൽ 9 കഴിയുമ്പോൾ എനിക്ക് IAS കാരാവണമെന്ന് പറയും. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പോയി തിരിച്ചു വന്ന് ഏതെങ്കിലും മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്യും. ഇങ്ങനെ ഒരു തരത്തിൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കാത്ത ഒരു തരത്തിൽ പോയി ഒരു പ്രത്യേക ഭാഗത്ത് പോയി നമ്മൾ എത്തപ്പെടുന്നു. ആ എത്തപ്പെടുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് പിന്നെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് പുതിയ ലക്ഷ്യം എന്നുള്ള സംഭവം പലപ്പോഴും നമുക്കുണ്ടായി വരുന്നത്. കാരണം ചെറുപ്പത്തിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളത് ആദ്യം വെറും പഠനം മാത്രമായിട്ട് ലക്ഷ്യം വയ്ക്കും. ഈ ലക്ഷ്യം വയ്ക്കുന്ന സംഭവം ഒരു സ്റ്റേജ്, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ആകെയുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ എവിടം വരെ നമ്മൾ എത്തണം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ടാണോ ആദ്യത്തെ പഠനത്തിൻ്റെ ഒരു സ്റ്റെപ്പ് വയ്ക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും പറയാൻ കഴിയുന്നില്ല, നമ്മുടെ കാലഘട്ടത്തിലും നമ്മൾ പറയാൻ കഴിയുന്നില്ല. നമ്മൾ ഇവിടെയൊക്കെ എത്തണം എന്ന് വിചാരിച്ച് ആദ്യം തൊട്ടേ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ കയറി പോകുമായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കയറിയിട്ട് ആ സ്റ്റേജിൽ കയറി നിന്നിട്ട് നമ്മൾ ചുറ്റും നോക്കും, ഇനി അടുത്ത ലക്ഷ്യം, അടുത്ത സ്റ്റെപ്പ് എവിടെയാണ് എത്തേണ്ടത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജുകളും നമ്മളെ സംബന്ധിച്ച് ലക്ഷ്യമാണ്. ആദ്യത്തെ ഒരു ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയായിരുന്നപ്പോൾ നമ്മളെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ വന്നത് ഏത് സ്കൂളിൽ ചേർക്കണം എന്ന് വിചാരിച്ചത് ഒരു ലക്ഷ്യമായിരുന്നിരിക്കാം. നമ്മളെ LKGയിലോ 1ാം ക്ലാസ്സിലോ ഇന്ന സ്കൂളിൽ ചേർക്കണം എന്നുള്ളത് പാരൻസിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 10ൽ ഇത്ര മാർക്ക് മേടിക്കണം എന്നുണ്ടായിരുന്ന അവരുടെ ലക്ഷ്യമായിരുന്നിരിക്കാം. അത് കഴിഞ്ഞ് +2 ഇത്ര മാർക്ക് വേണം എന്ന് വിചാരിച്ച അവർ ലക്ഷ്യമായിരിക്കാം. പക്ഷേ ആ +2 ലക്ഷ്യത്തിൻ്റെ സമയത്ത് ഇവർ ചിന്തിക്കും ഇവനെ ഇങ്ങനെയാക്കണമെന്ന് പാരൻസ് ലക്ഷ്യം വെച്ചിട്ടുണ്ടാവാം. ഇതേ സമയത്ത് കുട്ടി എത്ര ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നറിയില്ല. കാരണം കുട്ടി ആ സമയത്ത് മുഴുവൻ പാരൻസിൻ്റെ അംബീഷനെ ഞാൻ എത്തിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ലക്ഷ്യത്തിലാണ് കുട്ടികൾ പലപ്പോഴും പോകുന്നത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഏജ് വരെ ആ കുട്ടി ലക്ഷ്യം വച്ചിട്ടില്ല. പക്ഷെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല. കാരണം എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പാരൻസ് അത്ര ലക്ഷ്യമൊന്നും എന്നെപ്പറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേജ് പോകുമ്പോൾ ആ ഒരു നെക്സ്റ്റ് സ്റ്റേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യം എൻ്റെ ആയിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതല്ല. കാരണം 2ാമത്തെ സ്റ്റേജ് ഒരു പർട്ടിക്കുലർ പ്രായം വരെ, ഒരു +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് കയറുന്ന കാലഘട്ടം വരെയെങ്കിലും ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ലക്ഷ്യം വയ്ക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. കാരണം പാരൻസ് ഇങ്ങനെ വളരെ കീനായിട്ട് പുറകെ നടക്കുക. നമ്മുടെ കാലത്ത് ഏട്ടനിമാർ ധാരാളം ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളെ ഒന്നും നോക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പുറകെ നടക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലൊക്കെയുള്ള താമസിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കോ അല്ലെങ്കിൽ ചോയോരുള്ളവർക്കൊക്കെ ഇത് തന്നെയായിരിക്കാം. കാരണം ഇങ്ങനെ വേണമെന്ന് നിർബന്ധിച്ചിട്ടുള്ള ലക്ഷ്യമൊന്നും ആയിരുന്നില്ല. അപ്പോൾ എത്തിപ്പെടുന്ന സംഭവത്തിൽ നിന്നും അടുത്ത ലക്ഷ്യം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റേജിലെത്തിയാൽ അവിടെ നിന്നും തൊട്ട് മുകളിലേക്ക് നോക്കുന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അത്രയേ ഉള്ളൂ. അന്നും ഇന്നും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലക്ഷ്യമല്ല, ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അടുത്തതിലേക്ക് നമുക്ക് നോക്കാൻ പറ്റിയാൽ അത് നമ്മുടെ അടുത്ത ലക്ഷ്യമായി. ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. അത്രയും മാത്രമേ വിചാരിക്കേണ്ട കാര്യമുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഇപ്പം ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന് ജൂൺ എന്ന് പറഞ്ഞൊരു സിനിമ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അച്ഛൻ മകൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ പറയും, ഇതാണ് നിൻ്റെ ടേണിംഗ് പോയിന്റ്, ഇവിടെ നീ ഹാർഡ് വർക്ക് ചെയ്താൽ നീ ജീവിതത്തിൽ രക്ഷപ്പെട്ടു, നിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പറ്റും. ഇതേ ഉപദേശം തന്നെ +2 കൊണ്ട് ചേർക്കുമ്പോഴും അദ്ദേഹം മകളോട് പറയുന്നുണ്ട്. ഡിഗ്രിക്ക് എത്തുമ്പോഴും ഇതേ ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പം
ഓരോ ഘട്ടത്തിലും പറയുന്നത് ഇതാണ് പോയിന്റ്, ഇവിടെ വെച്ച് നീ ഹാർഡ് വർക്ക് ചെയ്താലും ഇനി നിൻ്റെ ലക്ഷ്യം കൈവരിക്കാവുന്നതാണ്. പക്ഷേ ലക്ഷ്യം അവിടെ കൈവരിക്കുന്നത് പ്രീ ഡിഗ്രി എത്തുമ്പോഴും പ്ലസ് ടുവിന് എത്തുമ്പോഴും ഡിഗ്രിക്ക് എത്തുമ്പോഴും എല്ലാം ഇതേ ഉപദേശം തന്നെ കൊടുക്കുന്നു. ഹരിയുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ഈ ലക്ഷ്യം? സ്വാഭാവികമായിട്ട് കൈവരികയായിരുന്നോ അതോ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുകയായിരുന്നു? എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും എപ്പോഴെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം എന്താണ് ഹാർഡ് വർക്ക് എന്നുള്ളതിനെ പറ്റി പോലും എനിക്ക് കുറച്ച് സംശയങ്ങളുള്ള കൂട്ടത്തിലാണ്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്ന് പഠിക്കലൊരു ഹാർഡ് വർക്ക് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ എന്തായാലും അത് ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് കഴിയില്ല. അല്ലെങ്കിൽ ഒരു ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ഒരു സംഭവത്തിലേക്ക് എത്തുക, അതൊന്നുമില്ല. ലക്ഷ്യമെന്നുള്ള സംഭവം എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടി ഒരു പാഷനോ വാശിയോ ഒക്കെ ആയിട്ട് പുറകെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോകുന്നൊരു സാധനമാണ്. നമ്മൾ ഇന്നൊരു സാധനം വേണമെന്ന് ആഗ്രഹിക്കുന്നു, ഒരു ബൈക്ക് വേണം എന്നാഗ്രഹിച്ച ഒരു സമയം. അതായത് ഞാൻ 18 വയസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ഒരു മോഹം, ഞാൻ 18 വയസ്സായി അടുത്ത ദിവസം എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണം, ലൈസൻസ് വേണം എന്നൊരു മോഹമായിരുന്നു. അപ്പോൾ എനിക്കിത് കിട്ടാൻ മാർഗ്ഗമില്ലാത്തപ്പോൾ ഇത് കിട്ടാൻ മാർഗ്ഗമുള്ള, അല്ലെങ്കിൽ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ സാധ്യതയുള്ളതിൻ്റെ പുറകെയൊക്കെ നടക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത മാർഗ്ഗം. എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ, ലൈസൻസ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പരിചയമുള്ളവർ ഞാൻ പോയി പുറകെ നടക്കുക, രാവിലെ പോയി കാണുക, അവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ പിന്നെയും പോയി ചോദിക്കുക. ബൈക്ക് തരാനൊക്കെ അന്ന് വലിയ മടിയാണ്, സൈക്കിൾ പോലും തരാൻ മടിയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈക്ക് തരാൻ മടിയാണ്. എങ്കിലും വേറുന്നുണ്ട്, നമ്മുടെ ശല്യം കാരണം നമ്മളെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുക. ഞാൻ ജീപ്പ് ഓടിക്കാൻ പഠിച്ചതും അതേ രീതിയിൽ തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞാൻ അന്ന് ലേണേഴ്സ് ലൈസൻസിന് വേണ്ടി പോയ സമയത്ത് സത്യത്തിൽ ഈ കാണാപ്പാഠം പഠിക്കേണ്ട സാധനങ്ങളൊന്നും ഞാൻ നേരാവണ്ണം പഠിച്ചിട്ടല്ല ഞാൻ പോയത്. പക്ഷേ വേറുന്നുണ്ട്, അവിടെ പോയി ആദ്യ ദിവസം കിട്ടിയില്ല, വല്ലാത്ത സങ്കടമായി. അടുത്ത ചാൻസിന് ഞാൻ പോകുമ്പോൾ എനിക്കിത് വീണ്ടും വരാതിരിക്കാൻ പറ്റില്ല, എനിക്കിത് കിട്ടിയേ പറ്റൂ. കാരണം ലൈസൻസ് കിട്ടുക എന്നുള്ളത് എനിക്ക് 10ാം ക്ലാസ് പാസ്സാവുന്നത് എനിക്കൊരു മസ്റ്റായിരുന്നില്ല, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന്. അതല്ലേ, അതിനെപ്പറ്റി ഞാൻ ബോധേടല്ല. പക്ഷേ വണ്ടിക്ക് ലൈസൻസ് വേണം, കാരണം ഞാനൊരു മുതിർന്ന വ്യക്തിയാവുകയാണ് എന്നുള്ള തോന്നൽ വരുമ്പോൾ അതെനിക്ക് വലിയൊരു ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത് അത് ഞാൻ കൃത്യമായി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വണ്ടി വേണം. വണ്ടി വാങ്ങാനുണ്ടേ പൈസ ഇല്ല, അപ്പോൾ എങ്ങനെ ഞാൻ പണം സംഘടിപ്പിക്കുക? അപ്പോൾ ഏതാവശ്യം നമുക്ക് തോന്നുന്നു ആ ആവശ്യത്തിന് പുറകെ നമ്മൾ ഭീകരമായി നമുക്ക് നടക്കും. നമുക്ക് നീഡ് തോന്നുന്ന ഇതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ അത് നമുക്കൊരു അത്യാവശ്യമാണ്, അത് എൻ്റെ ഒരു അടുത്ത ലെവൽ വിജയമാണ് എന്നെനിക്ക് തോന്നുന്ന സാധനം തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മുടെ ലക്ഷ്യമായിട്ട് ബാക്കി അങ്ങ് മാറുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ചേഞ്ചസും അങ്ങനെ തന്നെയാണ്. പക്ഷേ വേറുന്നുണ്ട്, ഒരിടത്ത് എത്തി, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ലൈസൻസ് എടുത്ത് കൈ വെച്ച് കഴിഞ്ഞ് കിട്ടിയത് പിറ്റേ ദിവസം അന്ന് എനിക്ക് വലിയ സന്തോഷമാണ്. അതിൻ്റെ പിറ്റേ ദിവസം എനിക്കെന്താണ് പിന്നെ കൂടുതൽ സന്തോഷം, എനിക്ക് എൻ്റെ അന്ന് വരെയുള്ള സന്തോഷം എൻ്റെ കഴിഞ്ഞിരുന്നു. പിന്നെ എനിക്ക് വണ്ടി വാങ്ങണമെന്നായിരുന്നു. വാങ്ങിക്കഴിഞ്ഞു, 3 ദിവസം അതുകൊണ്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്, എനിക്കെപ്പോൾ വേണമെങ്കിലും അതുകൊണ്ട് പോവാം. പിന്നെ എൻ്റെ ലക്ഷ്യം എന്നുള്ളത് വീണ്ടും വേറെയായി, അടുത്ത മോഹമായി. ഇത് തന്നെയല്ലേ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്നലെ തൊട്ട് ഇവിടെ വരെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് മാറുന്നു, അടുത്ത നേട്ടത്തിലേക്ക് നമ്മൾ മാറുന്നു. ഇന്നലെയുള്ള സംഭവം ഇന്നലെ കഴിഞ്ഞു, ഇന്നലെ നമ്മളത് എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഒരു സംഭവം കഴിഞ്ഞ് ഇന്ന് എല്ലാവരുടെയും വലിയൊരു അപ്രീസിയേഷൻ കിട്ടി, നമ്മൾ വലിയ സ്റ്റാറായി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളായാൽ വീണ്ടും ആരെങ്കിലും നമ്മളെ അഭിനന്ദിക്കും തോന്നുന്നുണ്ടോ? ഇന്നലെ കിട്ടിയ അഭിനന്ദനം ഇന്നലെ ചെയ്ത കാര്യത്തിന് തീർന്നു. ഇന്ന് തൊട്ട് പുതിയത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ നമുക്ക് തോന്നിയില്ലെങ്കിൽ നമ്മളവിടെ തീർച്ചയായിട്ടും വീണ്ടും എന്താ പറയുക, പുറകോട്ട് പോവുകയല്ലേ ചെയ്യുക. കാരണം അവിടെ നമുക്ക് നിരാശ വരും. അപ്പോൾ ആ നിരാശയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ചെയ്യാം. അപ്പോൾ ഓരോ സ്റ്റെപ്പും, അതാണ് മുമ്പേ പാരൻസ് പറഞ്ഞത്, 10ാം ക്ലാസ്സിലെത്തി പറയും ഇത് നിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്, പ്ലസ് ടുവിനെത്തിയത് അത് നിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്, ഡിഗ്രിയിലെത്തുമ്പോൾ ഇത് ടേണിംഗ് പോയിൻ്റാണ്. സത്യത്തിൽ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമുക്ക് ടേണിംഗ് പോയിൻ്റാണ്. കാരണം എന്താ അറിയോ, ഈ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് വീണ്ടും ഇങ്ങനെ ചുറ്റും നോക്കണം. ആ ചുറ്റും നോക്കിയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് കയറ്റി വയ്ക്കണം എന്ന് നോക്കണം. ആ സ്റ്റെപ്പ് കയറ്റി വയ്ക്കുക എന്ന് തോന്നണമെങ്കിൽ അവിടുന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അവിടെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുള്ളൂ. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാഴ്ചപ്പാട് വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഹരി. പക്ഷെ ഇന്നത്തെ തലമുറ പോലെ അല്ല നമ്മുടെ ഹരി പറഞ്ഞല്ലോ നമ്മുടെ തലമുറ. അന്ന് ഈ പറഞ്ഞ പോലെ വീട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യം ഒരു വണ്ടി ഓടിക്കണമെന്നൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, പക്ഷെ അന്ന് ഇത് അവൈലബിൾ ആവണമെന്നില്ല. വണ്ടി ഏതെങ്കിലും ബന്ധുക്കൾ ഒരു 2 വീലറിൽ വീട്ടിൽ വന്ന് ആദ്യം ഒന്ന് അതിനകത്തൊന്ന് തൊട്ട് നോക്കുക, പിന്നെ ഒന്ന് കയറിയിരുന്ന് നോക്കുക, പതുക്കെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് ഒന്ന് ഇറക്കി ഒന്ന് ഉരുട്ട് നോക്കുക. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് അന്ന് നമ്മൾ ചിലപ്പോൾ ഈ ഡ്രൈവിംഗൊക്കെ ഒന്ന് പഠിച്ചിട്ടെടുക്കുക. പക്ഷേ ഇന്നിപ്പോൾ കുട്ടികൾക്ക് വിചാരിക്കുമ്പോൾ തന്നെ വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു ലക്ഷ്യത്തിനായിട്ട് അത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്നില്ലെന്ന് തോന്നുന്നു. രണ്ടും വളരെ വ്യത്യാസമാണ്. രണ്ടും വളരെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു? നമ്മുടെ കാലഘട്ടത്തിൽ ബൈക്ക് ലൈസൻസോ അല്ലെങ്കിൽ കാറിൻ്റെ ലൈസൻസോൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എങ്ങനെ നിൽക്കുക, അതിനും പുറകോട്ടൊരു കാലഘട്ടമില്ലേ? ആദ്യം നമ്മുടെ മോഹം സൈക്കിളായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ സൈക്കിളുള്ളവർ വലിയ എന്താ പറയുക, ഇന്ന് ബെൻസ് കയ്യിലുള്ളതിലേക്കാളും കൂടുതൽ പവറിലാണ് നടക്കുക. ഒരു സൈക്കിളിൻ്റെ 2 ഹാൻഡിലിൻ്റെ പുറത്ത് കാസറ്റിൻ്റെ ഇത് തൂക്കിയിടുക, സൈക്കിളിൻ്റെ ചക്രത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇലകൾ പിടിപ്പിക്കുക. ഒരു സൈക്കിൾ എപ്പോഴും അതിമനോഹരമായിട്ട് അന്നൊക്കെ കൊണ്ടു നടക്കുള്ളൂ. ദിവസം വൈകിട്ട് വന്നാൽ വീടിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് നന്നായിട്ട് തുടച്ച് ഒരു കമ്പിളിയിട്ട് മൂടി വരെയായിരുന്നു പല കുടുംബങ്ങളിലും സൈക്കിൾ സൂക്ഷിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് സൈക്കിളൊന്ന് ഓടിക്കാൻ ചോദിച്ചാൽ തരാൻ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് പോലും മടിയുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. കാരണം സൈക്കിൾ വാടകയ്ക്ക് എടുത്തിരുന്നൊരു കാലഘട്ടം. സൈക്കിളെന്ന് ധാരാളം വാടക കിട്ടും, വാടകയ്ക്ക് നമുക്ക് മേടിച്ച് കൂട്ടാം. പക്ഷേ ഒരാൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന സൈക്കിൾ കിട്ടാൻ അന്ന് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് ഇത് പക്ഷേ നമ്മൾ ഇന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മളൊരു നൊസ്റ്റാൾജിയായിട്ട് നമ്മൾ പറയുന്നു. ഇന്നത്തെ കുട്ടികളോട് ഇത് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വേറുന്നുണ്ട്, ഇന്നലെ ഞാൻ സൈക്കിളിന് ബുദ്ധിമുട്ടി, ഇന്ന് നിനക്ക് കാറില്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്ക് കുട്ടിയോട് ചോദിക്കാൻ യാതൊരു ന്യായവുമില്ല. കാരണം അന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലെ ആവശ്യവും നീഡും അതായിരുന്നു. നമ്മളൊരു സൈക്കിളിൻ്റെ കഥ പറയുമ്പോൾ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ പറയാനുള്ളത് ഏതാ? കാളവണ്ടിയുടെ കഥയായിരിക്കും. അതിനപ്പുറേക്ക് പറയാവുന്ന പല്ലക്കിൻ്റെ കഥയായിരിക്കും. കാരണം ഞങ്ങൾ ചുമന്നുകൊണ്ട് ചെറുപ്പത്തിൽ പോയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പല്ലക്ക് ഉണ്ടായിരുന്നു. പല്ലക്ക് ചുമക്കാൻ 5 പേരുണ്ടായിരുന്നു. അതിലൊന്ന് കയറണമെന്ന് ഞങ്ങൾ മോഹിച്ചിട്ടുണ്ട് എന്ന് മുത്തച്ഛൻ ചിലപ്പോൾ പറഞ്ഞത് വരും. അച്ഛൻ ചിലപ്പോൾ പറയും കാളവണ്ടി എവിടെ ഉണ്ടായിരുന്നു, കാളവണ്ടി ഒന്ന് അകത്ത് കയറി യാത്ര ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് പറ്റിയിട്ടില്ല എന്ന് ചിലപ്പോൾ അച്ഛൻ പറഞ്ഞത്. അതേപടിയാണ് ഞാൻ പറയുക, ഒരു സൈക്കിൾ ചവിട്ടണമെന്ന് ആഗ്രഹിച്ച പോലെ. കാലഘട്ടം മാറി ഇന്ന് എല്ലാവരുടെയും മുറ്റത്ത് 1-2 കാറും 1-2 ബൈക്കും ഉള്ള കാലഘട്ടത്തിൽ 18 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവനൊരു ക്രൈസ് ഒന്നുമില്ല. പല കുട്ടികൾക്കും വേറുന്നുണ്ട്. 18 വയസ്സായി കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കണമെന്നോ കാർ ഓടിക്കാൻ പഠിക്കണമെന്നോ താല്പര്യമില്ലാത്ത കുട്ടികളെ ഞാനിന്ന് കാണുന്നുണ്ട്. ഇവരെ നിർബന്ധിച്ച് നീ ഓടിക്കാൻ പഠിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കും. നമുക്ക് ഒരു ചാൻസ് തപ്പി നിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കുട്ടികൾക്ക് അതിനൊരു ക്രൈസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മുമ്പിൽ അതുണ്ട്. ഉള്ള ഒരു സാധനത്തിനോട് അമിതമായിട്ട് പിന്നെയും താല്പര്യം വരാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഇതിലും വേറെ വലുതാണ്. കാരണം ഒരു കാറിലോ ഒരു ബൈക്കിലോ അവരുടെ മോഹം നിൽക്കുന്നില്ല. അതായത് നമുക്ക് അന്ന് എന്താ ആഗ്രഹം ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് വേറെ ഒരു തരത്തിലുള്ള ആഗ്രഹമാണ്. കാരണം അവൻ നിൽക്കുന്നത് നമ്മൾ അന്ന് നിന്ന പ്ലാറ്റ്ഫോമിന് നമ്മൾ എത്തി നിൽക്കുന്ന വേറൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ കുട്ടികൾ ജനിച്ച് വീണത്. അപ്പോൾ ചെറിയ തട്ടിൽ നിന്ന് വേറൊരു തട്ടിലേക്ക് നമ്മൾ എത്തിയപ്പോൾ ഇന്നത്തെ തട്ടിൽ നിന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ ഇന്നത്തെ തട്ടിൽ നിന്ന് ജനിച്ച് വീണ കുട്ടികളെ സംബന്ധിച്ചോളം അവർ ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് മുകളിലേക്ക് അവർ നോക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ അംബീഷൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ കാറിന് പകരം അവർക്കൊരു ഹെലികോപ്റ്റർ മേടിക്കണം എന്നായിരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടാവുക. എനിക്ക് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഓടിക്കണം എന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. നമ്മൾ സൈക്കിളാണ് വിചാരിച്ച് ഇന്നവരുടെ മുറ്റത്ത് കൂടിയ കാറ് വരെയുണ്ട്. പിന്നെ അവർക്ക് ഇനിയിപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു ഹെലികോപ്റ്ററെങ്കിലും വേണ്ടേ? ഇനി അടുത്ത തലമുറ എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക അത് കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല. പക്ഷേ അവരുടെ പ്രവർത്തനവും അവരുടെ ചിന്തയും വർക്കും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഏജൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇതിലും കൂടുതൽ അച്ചീവ് ചെയ്യും. അങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയെ നമ്മൾ ഇന്നലെ അനുഭവിച്ചതിനെ വെച്ച് നമ്മൾ കുറ്റപ്പെടുത്തണ്ട. അവരുടെ ചിന്തയ്ക്ക് മുകളിലേക്ക് നമുക്ക് എന്തുമാത്രം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് മുഖ്യം. അപ്പോൾ നമ്മൾ നേടിയതോ അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെച്ചതോ ഒന്നുമല്ല ഇനി ലക്ഷ്യം വയ്ക്കേണ്ടതെന്നും കൂടെ നമ്മൾ ചിന്തിച്ച് പോയാൽ മതിയെന്ന് തോന്നുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ലക്ഷ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ ചില ആളുകളുണ്ടല്ലോ ഒരു ലക്ഷ്യവുമില്ലാതെ ഒഴുക്കിനൊത്ത് നീന്തുന്ന ചില ആളുകൾ. എങ്ങനെയാണോ ജീവിതം വരുന്നത് അതുപോലെ അങ്ങ് നേരിടാം, അതുപോലെ ജീവിക്കാം എന്ന് കരുതുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാലൊരു പരാജയമല്ലേ അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നത്? അതോ അത് വിജയകരമായൊരു മാതൃകയാണോ?
ലോകത്ത് എല്ലാവരും ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം എന്ന് ഇല്ല തന്നെ. കാരണം നമുക്കറിയാലോ, ഭൂമിയിലുള്ള എല്ലാവരുടെയും തമ്പ് വ്യത്യാസമുണ്ട്, എല്ലാവരുടെയും യുണീക്ക്നെസ് വ്യത്യാസമുണ്ട്, എല്ലാവരുടെയും ഈ ലോകത്തുള്ള ആവശ്യവും വ്യത്യാസമുണ്ട്. കാരണം നമുക്കൊക്കെ ഈ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ഓരോ ജോലി ചെയ്യുന്ന നിരവധി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഒരു തരത്തിലുള്ള മറ്റു തരത്തിൽ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആയിരിക്കാം. ചില ആളുകൾ വളരെ ലേസി ആയിട്ട് ബാക്കി ഇങ്ങോട്ട് പോകുമ്പോൾ ആ ലേസിനെസ് കാണുമ്പോഴാവും അടുത്ത ഒരാൾക്ക് ഇവൻ എന്ത് കഷ്ടമാണ്, ഇവനിങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് തോന്നുമ്പോൾ എനിക്കതുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇയാളുടെ ലേസിനെസ് ചിലപ്പോൾ വേറെ ഒരാൾക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ ആവണ്ടായിരിക്കാം. പിന്നെ ഇയാൾ വളരെ ലേസി ആണെങ്കിലും ഇയാൾ വളരെ സ്ലോ ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ടാവാം. എല്ലാവരും വളരെ ഫാസ്റ്റായി പോയാൽ ഈ ലോകം എങ്ങോട്ടാ പോവുക? അപ്പോൾ ഇവിടെ ഈ ലോകത്ത് ഞാനും ശുഭയും മാത്രം പോരാ, അഗ്രസീവായിട്ടുള്ള ആളുകൾ മാത്രം പോരാ. നമുക്കറിയാം, ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന ഒരാളൊരു പ്രസ്ഥാനം തുടങ്ങുന്നു, ആ പ്രസ്ഥാനത്തിൻ്റെ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ അയാൾ ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് ഒരാൾ തുടങ്ങിയാൽ ആ സംരംഭകൻ്റെ ചിന്ത അനുസരിച്ചിട്ട് ഒരു വലിയ മോഹത്തിൻ്റെ പുറത്തൊരു വലിയ സ്ഥാപനം ആരംഭിക്കുന്നു. ആ സ്ഥാപനത്തിന് എത്ര തരത്തിലുള്ള ആളുകൾ വേണം? ടോയ്ലറ്റ് കഴുകുന്ന ആൾ, അതിന് താഴെയുള്ള സെക്യൂരിറ്റിയും തൊട്ട് ഇങ്ങനെ മുകളിലേക്ക് വന്നാൽ CEO വരെ ഒത്തിരി ആളുകളെ അവിടെ വേണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്തകളും പ്രവൃത്തിയുള്ളവർ. ഇവരെല്ലാവരും ഇല്ലാതെ മുകളിലുള്ള ഒരു ഓണ്ടർപ്രണറും ഒരു CEOയും ഒരു മാനേജറും വിചാരിച്ചാൽ ഈ സ്ഥാപനം നടന്നു പോകില്ല. അപ്പോൾ ഭൂമിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ആളുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വേറെ ഉണ്ട്, അവരുടെ പ്രാധാന്യം ഈ ലോകം അംഗീകരിക്കണമെങ്കിൽ അവർ ഏത് ഘട്ടത്തിലേക്ക് മാറാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് പ്രശ്നം. ഈ ലേസി ആയിട്ടുള്ള ഒരാൾ മറ്റുള്ളവരെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയല്ല വേണ്ടി, ഞാൻ മറ്റേതിലേക്ക് മാറണം എന്ന് വിചാരിച്ച് വീണ്ടും ചേഞ്ച് ചെയ്ത് വരികയാണ് എങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ നല്ല ഒരു പൊസിഷനിങ് കിട്ടും. സമൂഹത്തിലുണ്ടാകുന്ന ഒരു വിലയുണ്ട്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ്റെ ഒരു പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും, ശമ്പളം വ്യത്യാസം. ഒരു CEOയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഒരു സെക്യൂരിറ്റി അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴും ശമ്പളത്തിൻ്റെ പാറ്റേൺ ഒന്നാവില്ലല്ലോ. അതുതന്നെയാണ് ഈ സമൂഹത്തിൽ നമ്മൾ ലേസി ആയിട്ടുള്ള ഒരാൾക്കും എന്താ പറയുക, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്കും നമ്മുടെ വ്യത്യാസം. വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഏത് പോസ്റ്റിൽ ആദ്യം ജോലിക്ക് കയറുന്നു എന്നുള്ളത് അയാളുടെ ഭാവിയിലേക്കുള്ള എല്ലാ വളർച്ചയ്ക്കും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോൺസ്റ്റബിളായിട്ട് കയറുന്ന ഒരാൾക്ക് പരമാവധി ഒരു SI CA വരെ ആവാൻ പറ്റുമായിരിക്കാം, ഒരു SIക്ക് ചിലപ്പോൾ SP വരെ ആവാൻ പറ്റുമായിരിക്കാം, ഒരു IPS DGP ആവാമെന്ന് പറഞ്ഞ പോലെ എവിടുന്ന് നമ്മൾ തുടങ്ങുന്നു എന്നുള്ളത് ഒരു വലിയ പ്രാധാന്യമാണ്. ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തനം തുടങ്ങിയാൽ ലക്ഷ്യത്തിലേക്ക് വളരെ ഈസിയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.